ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 43ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരു പുഷ്പം മാത്രം എന്നൊരു പാട്ട് നമ്മൾ കണ്ടിരുന്നു. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്ന് പറയുന്ന പാട്ട് നമ്മൾ കണ്ടിരുന്നു. ഇനി ആ പാട്ട് നമ്മളോട് സജസ്റ്റ് ചെയ്തത് തൃശ്ശൂരുള്ള തിരുവില്ലാമല ചന്ദ്രചേട്ടനാണ്. ചന്ദ്രചേട്ടൻ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ മെമ്പറാണ്. അപ്പം ആ ചന്ദ്രചേട്ടൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം അതിപ്പോൾ അതിൻ്റെ കോഡും കൂടെ നമുക്ക് ആ കോഡ് ഉപയോഗിച്ച് എങ്ങനെ ഇനി നമുക്ക് ആ പാട്ട് വായിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ ഒരു പുഷ്പം മാത്രം എന്ന് പറയുന്ന പാട്ട് നമ്മൾ പഠിച്ചപ്പോൾ പലരും കമൻറ്റ് കൂടി ഇട്ടു, ആർക്കും മനസ്സിലായില്ല, കേൾക്കത്തില്ല. അപ്പോൾ ആ പാട്ട് ഒന്നും കൂടെ പാട്ട് വായിച്ച് അതിൻ്റെ കോഡുകൾ എങ്ങനെ വായിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ അതിൻ്റെ പല്ലവി ഭാഗം വായിച്ച് കേൾപ്പിക്കാം. നോട്ടുകൾ നമ്മുടെ നോട്ടുകൾ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ പാട്ടിൻ്റെ ആദ്യമേ പല്ലവി ഭാഗം വായിച്ച് കേൾപ്പിക്കാം. അതിട്ട് അതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് പല്ലവി ഭാഗമാണ്. ഇതാണ് അതിൻ്റെ പല്ലവി. നമ്മുടെ നോട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ നോട്ട് എഴുതിയെടുത്ത ശേഷം വായിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കോഡ് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എങ്ങനെയാണ്, ഈ പാട്ട് കോഡ് ഉപയോഗിച്ച്, അപ്പോൾ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാട്ടുകളുടെ കോഡൊന്ന്, ഏതെങ്കിലും പാട്ടുകളുടെയൊക്കെ കോഡൊക്കെ ഒന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കോഡുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പുഷ്പം മാത്രത്തിൻ്റെ പല്ലവിയുടെ കോഡാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പല്ലവി ഭാഗം വായിച്ച് കേട്ടു. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് കോഡ് ഉപയോഗിച്ച് ആ പാട്ട് വായിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. അപ്പം ആദ്യത്തെ ലൈൻ, ഒരു പുഷ്പം മാത്രമൻ, ആ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ എന്നുള്ള അത്രയും വരിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോഡ് ഉപയോഗിച്ച്. ഓക്കെ, ആദ്യമേ നമുക്ക് വായിച്ച് നോക്കാം കോഡ് ഉപയോഗിച്ച്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഓക്കെ, അതാണ് കോഡുകൾ വരുന്നത്. അപ്പം ആ കോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരു പുഷ്പം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ വരുന്നത് സി മേജറാണ്. സി മേജർ, ഒരു പുഷ്പത്തിന് അവിടെ സി മേജർ. നമ്മുടെ ഡിസ്പ്ലേയിൽ കോഡുകൾ വന്ന് കിടക്കും, നിങ്ങൾ അത് അനുസരിച്ച് വായിക്കുക. അപ്പം ഒരു പുഷ്പം സി മേജർ മാത്രമൻ എന്ന് പറയുന്നത് എഫ് മേജറിലേക്ക് വരുന്നത്. എഫ് മേജർ, സി മേജറിൽ നിന്ന് എഫ് മേജറിലേക്ക്. ഒരു പുഷ്പം സി മേജർ, ഒരു പുഷ്പം മാത്രമേ എഫ് മേജറിലേക്ക് വരുന്നു. വീണ്ടും പൂങ്കുലയിൽ എന്ന് പറയും, വീണ്ടും എഫ് മേജർ. പൂങ്കുലയിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എഫ് മേജർ തന്നെ, എഫ് മേജർ. നിർത്താം എന്ന് പറയുമ്പോൾ ഡി മൈനറിലേക്ക് വരുന്നു. ഡി മൈനർ. നിർത്താം ഞാൻ, സി മേജർ. ഞാൻ എന്ന് പറയുന്ന ഭാഗം സി മേജർ. അപ്പം ഒരു പുഷ്പം എന്ന് പറയുമ്പോൾ സി മേജർ, പൂങ്കുലയിൽ മാത്രമൻ എഫ് മേജർ, പൂങ്കുലയിൽ എഫ് മേജർ, നിർത്താം ഡി മൈനർ, ഞാൻ എന്ന് പറയുന്ന ഭാഗം സി മേജർ. ഓക്കെ, അപ്പോൾ ആ കോഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. സി മേജർ, എഫ് മേജർ, ഡി മൈനർ, സി മേജർ. ഓക്കെ, അപ്പം അത് വായിച്ച് നോക്കുക. ഒന്നുകൂടെ വായിച്ചിരിക്കുക. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഓക്കെ, ഇനി ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പം ആ പല്ലവിയുടെ ആ വരി കൊണ്ട് നമ്മുടെ പല്ലവി തീരുകയാണ്. അപ്പം
ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഓക്കെ, ഒടുവിൽ നീ എത്തുമ്പോൾ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഒടുവിൽ. ഓക്കെ, ഒടുവിൽ നീ എന്ന് പറയുമ്പം സോറി, ഒടുവിൽ നീ എന്ന് പറയുമ്പം എ ഷാർപ്പ് മേജർ. ഒടുവിൽ നീ എത്തുമ്പോൾ എന്ന് പറയുമ്പോൾ എ മൈനറിലേക്ക് വരുന്നു. എ ഷാർപ്പ് മേജറിൽ നിന്ന് എ മൈനറിലേക്ക്. ഒടുവിൽ നീ എത്തുമ്പോൾ. ഓക്കെ, ചൂടിക്കുവാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്ന് പറയുന്ന ഭാഗം, ചൂടിക്കു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജി മേജർ വരുന്നു. വാൻ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഭാഗം സി മേജർ. ഓക്കെ, സി മേജർ. അപ്പം ഇതിൻ്റെ കോഡ് വരുന്നത് എ ഷാർപ്പ് മേജർ, എ മൈനർ, ജി മേജർ, സി മേജർ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഓക്കെ, അപ്പം അതിന് വരുമ്പോൾ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. എ ഷാർപ്പ് മേജർ, എ മൈനർ, ജി മേജർ, സി മേജർ. ഓക്കെ, വളരെ എളുപ്പമാണ് ആ കോഡുകൾ. അപ്പോൾ അതിൻ്റെ പല്ലവി ഭാഗം ഇതാണ്. ഇനി അനുപല്ലവിയാണ് എല്ലാവർക്കും അതിൻ്റെ വരികൾ അനുസരിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അനുപല്ലവി നമുക്ക് ഒരു ട്യൂൺ ഉപയോഗിച്ച് വായിച്ച് നോക്കാം. അപ്പം അനുപല്ലവിയുടെ നോട്ടെന്ന് പറയുമ്പോൾ ഓക്കെ, ഇതാണ് നോട്ടെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നോട്ട്, അപ്പം അതിൻ്റെ വരി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും അതിൻ്റെ വരി അനുസരിച്ച് എങ്ങനെയാണ് ഉള്ളതാണ് സംശയം. ഓക്കെ, അപ്പം അതിൻ്റെ വരി എന്ന് പറയുന്നത് ഒരു മുറി മാത്രം. അപ്പം ഒരു മുറി മാത്രം എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു മുറി മാത്രം എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ എഫ് ജി ബി 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 സി 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 സി. ഓക്കെ, ആ ഭാഗം എന്ന് പറയുന്നത് ഒരു മുറി മാത്രമാണ്. ഓക്കെ, അപ്പോൾ വായിക്കേണ്ടത് അപ്പം എഫ് ജി ബി 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 സി 5 പ്രാവശ്യം. അത് വരുന്നത് ഒരു മുറി മാത്രം എന്ന ഭാഗം. അടുത്തത് തുറക്കാതെ വയ്ക്കാം ഞാൻ എന്നുള്ള ഭാഗമാണ്. അടുത്തത് അത് തുറക്കാതെ വയ്ക്കാം എന്നുള്ള ഭാഗം, തുറക്കാതെ വയ്ക്കാം ഞാൻ എന്ന് പറയുന്നത് ബി 4 പ്രാവശ്യം സി, അതിനിട്ട് ബി സി എ ഷാർപ്പ് എ. ആ ഭാഗമാണ് തുറക്കാതെ വയ്ക്കാം ഞാൻ. അതൊന്നുകൂടെ വായിച്ചു തരാം. ഓക്കെ, തുറക്കാതെ വയ്ക്കാം ഞാൻ. അടുത്തത് അതികൂട മിന്നുടെ എന്ന് പറയുന്ന ഭാഗമാണ്. എ ഷാർപ്പ് 4 പ്രാവശ്യം എ ജി എന്ന് പറയുന്നതാണ് അതികൂട മിന്നുടെ. അടുത്തത് ആരാമത്തിൽ എന്നുള്ള ഭാഗമാണ്. എഫ് ജി എ ഷാർപ്പ് എ ജി എന്ന് പറയുന്ന ഭാഗമാണ് ആരാമത്തിൽ. ഓക്കെ, അതിൻ്റെ സംശയം തീർന്നെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒത്തിരി ലെങ്തായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൻ്റെ കോഡും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൻ്റെ കോഡെന്ന് പറയുന്നത്, അനുപല്ലവിയുടെ കോഡെന്ന് പറയുന്നത് ഒരു മുറി മാത്രം. ആ ഭാഗത്ത് വരുന്ന ആദ്യമത്തെ ഭാഗം ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. ഓക്കെ, ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. ആ ഭാഗം എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് വേറൊരു ഓക്കെ
ഒരു മുറി മാത്രം. ഓക്കെ, ഒരു മുറി മാത്രം, ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. ഓക്കെ, ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം എന്ന് പറയുന്ന ഭാഗം ആദ്യമേ ജി മേജർ. ഓക്കെ, ജി മേജർ. ഒരു മുറി മാത്രം എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ സി മേജർ. ഒരു മുറി എന്ന് പറയുന്നത് ജി മേജർ, മാത്രം എന്ന് പറയുന്ന ഭാഗം സി മേജർ. ഓക്കെ, സി മേജർ. ഒരു മുറി മാത്രം തുറക്കാതെ ആ തുറക്കാതെ എന്നുള്ള ഭാഗത്ത് ബി ഡിമിനിഷ്ഡ് കോഡ് വായിക്കുന്നുണ്ട്. ബി ഡിമിനിഷ്ഡ് കോഡ്, ബി ഡി എഫ് എന്ന് പറയുന്നതാണ് ബി ഡിം കോഡ്. അപ്പോൾ ബി ഡിമിനിഷ്ഡ് കോഡ് സി മേജർ. തുറക്കാതെ, തുറ എന്നുള്ള ഭാഗം ബി ഡിമിനിഷ്ഡും, കാതെ എന്നുള്ള ഭാഗം സി മേജറും. ഓക്കെ, ഇത് തുറക്കാതെ. ഓക്കെ, തുറക്കാതെ എന്നുള്ള. അടുത്തത് വയ്ക്കാം എന്നുള്ളത് എ ഷാർപ്പ് മേജർ. വയ്ക്കാം ഞാൻ എന്നുള്ള ഭാഗം എ മൈനർ. ഓക്കെ, തുറക്കാതെ എന്നുള്ള ഭാഗം ബി ഡിമിനിഷ്ഡ് സി മേജർ. വയ്ക്കാം എന്നുള്ള ഭാഗം എ ഷാർപ്പ് മേജർ. അടുത്തത് എ മൈനർ. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ആത്രം ലൈൻ. ഒരു മുറി എന്നുള്ള ഭാഗം ജി മേജർ. ഒരു മുറി മാത്രം എന്നുള്ള ഭാഗം സി മേജർ. അടുത്തത് തുറക്കാതെ എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പം അവിടെ ബി ഡിമിനിഷ്ഡും സി മേജറും. തുറക്കാതെ. ഓക്കെ, തുറക്കാതെ. അടുത്തത് വയ്ക്കാം ഞാൻ എ ഷാർപ്പ് മേജർ എ മൈനർ. ഓക്കെ, അതെ. അടുത്തത് അതികൂടമെന്നുടെ ആരാമത്തിൽ, ലാസ്റ്റ് ലൈൻ. അതികൂടമെന്നുടെ ആരാമത്തിൽ. അപ്പം അതിൻ്റെ എന്ന് പറയുമ്പോൾ അതികൂടമെന്നുടെ. അപ്പം അതികൂടമെന്നുടെ എന്ന് പറയുന്നത്, അതികൂട എന്ന് പറയുന്ന ഭാഗത്ത് എ ഷാർപ്പ് മേജർ. മെന്നുടെ എന്ന് പറയുന്ന എന്നുടെ എന്ന് പറയുന്നത് ജി മേജർ. എ ഷാർപ്പ് മേജർ, ജി മേജർ. ഓക്കെ, അതികൂടമെന്നുടെ എ ഷാർപ്പ് മേജർ എ മൈനർ. ഓക്കെ, അതികൂടമെന്നുടെ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഭാഗം ആരാമത്തിൽ എന്നുള്ളത് ആരാമത്തിൽ ഉള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 3 കോഡായിട്ട് ആരാമത്തിൽ എന്നുള്ള ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതിൻ്റെ അത് വരുന്നത് എഫ് മേജർ, എ ഷാർപ്പ് മേജർ, എഫ് മേജർ, എ ഷാർപ്പ് മേജർ, ജി മൈനർ. ഓക്കെ, എഫ് ഷാർപ്പ് മേജർ, എഫ് മേജർ, എ ഷാർപ്പ് മേജർ, ജി മൈനർ. ഓക്കെ, ഈ കോഡുകളെ ഈസി ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് എഫ് മേജർ, എഫ് എ സി. ഇവിടുന്ന് നമുക്ക് ഈ എഫിനെ നിലനിർത്തിക്കൊണ്ട് ഈ ഫിംഗർ എ ഷാർപ്പിലേക്കും ഈ സിയിൽ നിന്ന ഫിംഗർ ഡിയിലേക്കും കൊടുക്കുക. അപ്പം എ ഷാർപ്പ് മേജറായി. അടുത്ത് അവസാനത്തെ ഭാഗം ജി മൈനർ ആക്കാൻ വേണ്ടി ഈ എഫ് എന്നുള്ള ഫിംഗർ എടുത്ത് ജിയിലേക്ക് കൊടുക്കുക, ജി മേജർ. ഇതാണ് ഈ പാട്ടിന്റെ കോഡ്. അപ്പം ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ പറഞ്ഞുതരാം. ആരാമത്തിൽ എന്നുള്ളത് എഫ് മേജർ, എ ഷാർപ്പ്, എഫ് മേജർ, എ ഷാർപ്പ് മേജർ, ജി മൈനർ. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു അനുപല്ലവിയുടെ ഫുൾ ഭാഗം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
ഒരു മുറി മാത്രമൻ തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂട മിന്നുടെ ആരാമത്തിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ അതിൻ്റെ കോഡെന്ന് പറയുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിൽ വ്യക്തമായിട്ട് ആ കോഡ് വരുന്നുണ്ട്. ആ കോഡ് എഴുതിയെടുത്ത ശേഷം ഇതുപോലെ വായിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തരാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിലയേറിയ ലൈക്കുകൾ നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.